കൊലയാ? ആ ബാബു കൊല അല്ല ഞാൻ പറയുന്നു വാസോട്ടൊരു കൊല പഠിപ്പിക്കാൻ പോയി. ഞാൻ കൊറേ നാളായിട്ട് പഠിപ്പിക്കാൻ വെച്ചിരിക്ക. ചൂടിട്ടില്ല അത്. ചന്ദ്രനെ ഇതുവരെ കൊലച്ചിട്ട് പോലുമില്ല. ചൂട് കിട്ടുന്നില്ലായിരിക്കല്ലേ ചന്ദ്ര? കൊലച്ചാലെല്ലാം പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതാ എടാ നിന്നെ ഒന്നും ആയില്ലടാ ചന്ദ്ര. ഓ വളമൊക്കെ ഇട്ട് കൊടുക്കട്ടാ. നഷ്ടം സംഭവിക്കും. ഞാൻ വിളിച്ചപ്പോ ഇവൻ പറയുക അലീനെ തൃപ്പൂണിത്തറ അമ്പലത്തിൽ വരെ പോയേക്കുവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എടാ ഉരുളി കമ്പത്താൻ വിട്ടതാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ആണെന്ന്. വാസുവണ്ണനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എലി ഒന്ന് സൂക്ഷിച്ചു. നിങ്ങളുടെ സ്ഥാപനത്തിൽ എലി ശല്യമോ? ഞാൻ ശല്യത്തിനൊന്നും പോത്തൊന്നുമില്ല. കൊഞ്ചം ലോജിക്കലാ. ആ കൊഞ്ചം ചെറിയ ലോജിക്കൽ, ചെറിയ ഇത് നിങ്ങൾക്ക് ഒട്ടും അറിയുന്നില്ല. ക്വസ്റ്റ്യൻ വിടുകയാണ്. ഒരു മാർക്ക് കിട്ടില്ല എങ്കിൽ മാത്രം ചെയ്യണമെന്ന് ഞാൻ പറയത്തേയില്ല. ദേ ഇങ്ങനെ ഡിങ് ഡാ ഡിങ് 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 ഡാ ഡിങ് 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 ഡിങ്. ഇങ്ങനെ ഇട്ടാ ഈ സംഭവം എവിടെ നിന്ന് എങ്ങനെ വന്നു? ടീച്ചറെ നോക്ക്. എന്റെ പൊന്നോ ഇതെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഓക്കെ. എന്റെ കാലത്ത് ഇതുപോലത്തെ സാറന്മാരുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഞാനൊക്കെ ഇപ്പൊ എവിടെ എത്തണമെന്നായിരിക്കും. ഇത് ആരായാലും ചേട്ടാ കൊള്ളാം, അല്ല സാറെ കൊള്ളാം കേട്ടോ. നല്ല ടിപ്പ്. കൺഫ്യൂഷൻ ആക്കണം. നമ്മൾ പരീക്ഷ പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാവുക പോലും ചെയ്യരുത് ഇത് എന്ത് മാങ്ങാത്തൊലിയാണ് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടേക്കുന്നതെന്ന്. ഇതാണ് അങ്ങോട്ട്. ഇതുപോലത്തെ ടീച്ചേഴ്സിനായിരുന്നു ഞാൻ എന്റെ കാലത്ത് നോക്കിക്കൊണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ കുറച്ച് അധികം നേരത്തെ ജനിച്ചു പോയത് കാരണം എനിക്കിപ്പം പരീക്ഷ എഴുതേണ്ടി വരുന്നില്ല. എല്ലാം കഴിഞ്ഞു പോയി. ഇത് കാണിച്ച് അപ്പം തന്നെ 0 ഇട്ട് തരും. എടാ അങ്ങനെ തന്നെ ചിലപ്പോൾ ഇട്ടൊക്കെ ഒരു പണ്ടേ ഞാൻ പഠിക്കുന്ന സമയത്ത് ഹിന്ദി എക്സാമിനെ മലയാളം എഴുതിയിട്ട് മേലെ വരയിട്ട് വെക്കുമായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാവാ? ഗതികേട്, വെറും ഗതികേടെന്ന് പറഞ്ഞാൽ പറയാ, വെറും ഗതികേട്. കാരണം എന്ത് ചെയ്യാനാ ഞാനല്ലാണ്ട്. അലീന ഇവിടെ കിച്ചണിലാണോ? ഇതാണല്ലോ ചീത്ത ഞാൻ വിളിച്ചു റാബു കേട്ടോ. അവൻ്റെ ഞാൻ കിഡ്നി വരച്ചിട്ട് പയർമണിയാണെന്ന് പറഞ്ഞ് തളർത്തി വിട്ട സാറുണ്ടെന്ന്. ഒറ്റ എടാ സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് ചെയ്ത കാര്യമാണ്. ഞാൻ മലയാളം എഴുതി മേല് വരയിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യമത്തെ സെന്റൻസിലൊക്കെ നമ്മൾ ഹിന്ദി എഴുതും. രണ്ടാമത്തെ പാരഗ്രാഫിന്റെ 3ാമത്തെ സെന്റൻസ് നമ്മൾ മലയാളം എഴുതും. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് അങ്ങോട്ട് മനസ്സിലാവത്തില്ല. ഈ മലയാളം നമ്മൾ എഴുതുന്ന പോലെ ഉരുട്ടിയൊന്നും എഴുതരുത്. കുറച്ചിങ്ങനെ വാലും കുറിയൊക്കെ ഇട്ട് എഴുതണം. അതപ്പോ കറക്റ്റാ. പിള്ളേരെ നിങ്ങൾ ആരെയും കാണിക്കല്ലേ. ഒരു കാര്യം പറയട്ടെ, ഇത്രയും നേരം ഫണ്ണോക്കെ, പക്ഷെ എനിക്ക് വോയിസ് ആളെങ്ങാനും ഇത് അറിഞ്ഞ കാണല്ലോ ഇവിടെ ചന്ദ്രബോസ്. ചന്ദ്രബോസിന്റെ പേരിറക്കാൻ അലീനയുടെ പേരിറക്കാൻ ചന്ദ്രബോസ്. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട എന്റെ കപ്പിൾ. ദുബായ് പോയിന്റെ പരിചയം മാത്രമേ എനിക്ക് അവന്റെ അടുത്തുള്ളൂ. എന്നാണ് കമ്പനി ആവുന്നത് ഈകളുടെ അടുത്ത്. ദുബായ് പോയി കഴിഞ്ഞ് വന്നിട്ട് വിഷു ആർന്നത്. വിഷുവിന് ഞാൻ കുറെ സ്റ്റോറിയൊക്കെ ഇട്ടാറ്. ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്ന, വീട്ടിൽ ഫാമിലിയുടെ ഒപ്പം പടക്കം പൊട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇട്ടാറ്. അപ്പോൾ ഇവ സ്റ്റോറി കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു, എടാ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ വിഷു ആഘോഷിച്ചിട്ട് പിന്നെ 10-12 വർഷമായി. അത് കേട്ടപ്പോൾ വല്ലാണ്ട് വിഷം പോയി. അപ്പോൾ വീട്ടിലെ പടക്കമൊക്കെ എല്ലാം പൊട്ടിച്ച് തീർത്ത് ഞാൻ. അവനപ്പോൾ ബൂട്ട് ക്യാമ്പിലേക്കുവാ കാക്കനാട്. ബ്ലൈൻഡിന് ബൂട്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞാൽ നീ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, നീ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാ, ഞാൻ നിന്റെ ബൈക്കും കൊണ്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. ഇവിടെ വേണ്ട, ഞാൻ കാറിന് വരാമെന്ന് പറഞ്ഞിട്ട് മകൻ ഇങ്ങോട്ടേക്ക് വന്ന് പടക്കമില്ലാഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി അവരുടെ പിള്ളേർക്ക് പൊട്ടിക്കാനുള്ള കുറച്ച് പടക്കമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒന്ന് നൈറ്റ് ഫുള്ള് എൻ്റെ റൂമിൽ തന്നെ ഇറങ്ങാൻ നൈറ്റ് പാട്ടും കൂത്തൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുള്ള് അവർ ആ മൈൻഡൊന്ന് മാറ്റിയെടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് വിട്ടത്. ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ എപ്പോഴും 24 മണിക്കൂറും സൊറ പറഞ്ഞിരിക്കുന്നവരൊന്നും അല്ല നമ്മുടെ ഫ്രണ്ട്സ്. അങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അവരും നമ്മുടെ ഫ്രണ്ട്സാണ്. ബട്ട് സംടൈംസ്
എന്റെ ശരീരത്തിൽ മോട്ടിവേഷൻ എനിക്ക് ഇപ്പൊ ഇടക്കിടക്ക് ഇറങ്ങി വരട്ടെ. ഞാനൊന്നും പറയുന്നില്ല, ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് അറിയത്തില്ല അവള് കട്ടില്ല, ആ കൊച്ചിത് കട്ട് ചെയ്യുക, അത് ആളോ പെണ്ണാന്നോ എനിക്ക് അറിയത്തില്ല. കട്ട് ചെയ്യും, എനിക്കറിയാം, ഞാൻ പറയത്തില്ല. എന്റെ പൊളച്ചുമ്പനെ കയ്യടടി ചുറ്റടി കഷ്ടമാണ്. എനിക്ക് തത്തയൊക്കെ ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയ്യോ പാവം തത്തെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പാവം തത്തെന്നൊക്കെ വീട്ടിൽ പക്ഷേ ഇതെങ്ങാണ് എന്റെ വീട്ടിൽ ഒരാൾ കണ്ടു കഴിഞ്ഞാലേ തീർന്നു ഞാൻ തീർന്നു. പിന്നെ ഞാൻ ഇവിടെ തത്തക്കൂട് പണിയേണ്ടി വരും. ആ അവസ്ഥ. തത്തയെത്തു പത്തനാപുരത്ത് പാലത്തിന്റെ അടിയിൽ 10 പച്ചത്തൊത്ത ചത്ത് കുത്തിയിരുന്നു. പിറകെ നടക്കുന്നു തൊട്ടും വയ്യടിട്ടുണ്ടൊരു വാവേ ഇത്രയും കാലായി ചുമ്മാ ചമ്മുന്നു എന്റെ സുന്ദര സുരഭില പ്രേമം കാണടി ബേബേ ഒന്നല്ല ക്യൂട്ട്. ഈ പുള്ളിക്കാരൻ്റെത് നല്ല ലിറിക്സ് ആയിരുന്നേ. അതും ആ ഒരു സിങ്ക് കൊണ്ടുവരണമെന്നില്ല, നല്ല പാടായ പെൺകുട്ടികൾ എന്റെ പിറകെ വന്നോ ഞാൻ എന്നിട്ടും പതറാതെ നിന്നെ കാത്തു നിന്നോ വെള്ളം പീഡിത്തക്കാരി ഞാൻ നിക്കണ് മരത്തിച്ചാരി സ്നേഹം വാരി കോരി തരാടി സുന്ദരി നീ യെസ് എന്ന് പറഞ്ഞ നല്ല കസ്കസിട്ടൊരു കുലുക്കി കുടിച്ചതുപോലെ മനമാകെ ചില്ലാകുമടി. നൈസായിട്ട് ചെയ്ത് നല്ല സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വയലാർ എഴുതും ഇതുപോലെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നാളെ മലയാളം പരീക്ഷയ്ക്ക് ഇരിക്കുന്ന പിള്ളേര് ഇത് വേണമെങ്കിൽ അവിടെ കൊണ്ട് എഴുതി വെക്കും. അങ്ങനത്തെ ടീംസ് ഇവിടെ ഉണ്ട്. നാളെ 10ാം ക്ലാസ്സിലെ മലയാളം പരീക്ഷയാണ്. ഞാൻ ഇവിടെ ഇരുന്നേക്ക് വയലാർ എഴുതുമോ ഇതുപോലെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതും കേട്ടിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി എഴുതുന്ന ടീംസിനെ എനിക്കറിയാം. ഉണ്ടൊരു വാവ കഴിഞ്ഞ ദിവസം BGMI ഇൻസ്റ്റാൾ ചെയ്ത് എന്റെ അമ്മ ആഴ്ച തൂരിച്ച് കളഞ്ഞേട്ടാ. ഒരു TDMൽ എനിക്ക് 5 കിലോ എടുക്കാൻ പറ്റണില്ല, ഒരു TDMൽ. പക്ഷെ എന്റെ അമ്മ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഇത് എങ്ങനെ കളിക്കൂടെ എനിക്ക് കണ്ണുപോലും കാണുന്നില്ല. കൊണ്ടുപോയി താങ്ക് യു സോ മച്ച്. താങ്ക് യു ശോഭന മാഡം. നിങ്ങളെങ്കിലും ഞങ്ങളുടെ മാനം കാക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും ഒന്ന് ഉത്ഭവിച്ചല്ലോ. താങ്ക് യു സോ മച്ച്. ഇതിനു വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. ഇതിനെ പറ്റിയാണ് ഇന്ന് മൊത്തം ഞാൻ സംസാരിച്ചത്. ഈ ഒരു ഗേൾസ്, വുമൺസ്, ബോയ്സ്. താങ്ക് യു. ഞാൻ ആ തൂണിലിടിച്ച് വീഴുന്നത് മാത്രമേ കണ്ടുള്ളൂ. മറ്റേ പുഷപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. മനസ്സിലായി കാര്യം മനസ്സിലായി. ഇവരൊക്കെ ഇല്ലാതെ കഴിച്ചത് 2.5 വർഷമൊക്കെ ഒരു ആർപ്പി കളിക്കാൻ പറ്റുമോ? എനിക്ക് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ എനിക്കൊരു ലാക്ക് ഓഫ് കണ്ടന്റ് ഫീൽ ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഇവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് ഇത് ഇപ്പോഴും പോലും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ മോനെ, ഈ വീഡിയോ നൈസ് ആയിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ. ആദ്യം ഇവൻ ഇരുന്ന് ഡയലോഗ് പറയുമ്പോൾ അവൻ ആ കാര്യം പറയുമ്പോൾ നീ ആ മ്യൂസിക് ഒന്ന് ഒഴിവാക്കിയിട്ട് രണ്ടാമത് ബാബുവിനെയൊക്കെ കാണിച്ചു തുടങ്ങുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല, ക്ലിയർ ആവുന്നില്ലടാ. മ്യൂസിക് ആണ് മുന്നിൽ നിൽക്കുന്നത്. മുത്ത അബ്ബ എപ്പോഴാ വരുന്നേ? ഇനി വരുമ്പോ കൊണ്ടുവരുവോ? ഇങ്ങോട്ട് കൊണ്ടുവരുവോ ഇനി വരുമ്പോ? ഇനി എന്നാ വരുന്നേ? കൊറേ ദിവസമാവും. ഉടനെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. അറിയില്ല.
സർപ്രൈസ്. പുള്ളിക്കാരത്തി പോലും പറഞ്ഞില്ല. പുള്ളിക്കാരിയൊക്കെ അവിടെ പുള്ളിക്കാരത്തിയൊക്കെ വാ തുറന്ന് അവിടെ നിൽക്കുക. സിഗ്മ മെയിൽ എക്സ്പ്രഷൻ കാണിക്കേ. ഞാൻ ആദ്യമേ വിചാരിച്ചതേ അവൻ ആദ്യമേ കാണിച്ചത് സിഗ്മ മെയിൽ എക്സ്പ്രഷൻ ആണ്. ഇപ്പൊ ഈ വാ കൊണ്ടൊരു കോപ്രായ കാണിക്കത്തില്ല. നോക്കിയേ, ഞാൻ കേട്ടെ. അത് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മ പല്ലുവേദന വരും, മണപ്പല്ലിന് വേദന വരുമ്പോൾ കാണിക്കുന്നതായിരുന്നു. അത് എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്ന്. When you were playing it was 7k watching and now it's 3k. What's your opinion? ഞാൻ തുണിയൊരു ഡാൻസ് കളിച്ചാൽ 20k ആവും. നോ കമന്റ്സ് ഫോർ ദാറ്റ്. ഇതുപോലുള്ള കമന്റുകൾ നമ്മളെ നെഗറ്റീവ് അടുപ്പിച്ച് തളർത്താൻ വേണ്ടി പല മനോരോഗികളും എന്റെ ചാറ്റിൽ വരെ വന്ന് കൊണ്ടിടാറുണ്ട്. ഹലോ ഹലോ ಹಲೋ 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 ಹೇಗಿದ್ದೀರಾ? ಚೆನ್ನಾಗಿದ್ದೀರಾ? എന്ത്? ನಾನು ಯಾರು ಅಂತ ಗೊತ್ತಾಯ್ತಾ? ಎಷ್ಟು ದಿವಸ ಆಯ್ತು ಫೋನೇ ಮಾಡಿಲ್ಲ. ನಮ್ದೆಲ್ಲ ಮರ್ತಿರ್ತೀರಲ್ವಾ? ಇಲ್ಲಿರೋ ಮಾತ್ರ ಯೋಚನೆ ನಿಮ್ಗೆ, ಇಲ್ಲಿಂದ ಬಿಟ್ಟು ಹೋದ್ಮೇಲೆ ಯಾರು ಯೋಚನೆ ಇರಲ್ಲ ಅಲ್ವಾ? ಗೊತ್ತಾಗಿಲ್ವಾ ಯಾರು ಅಂತ ಇನ್ನು? ಅರೆ ಬೈ ರಾಂಗ್ ನಂಬರ್. ಹಲೋ ഹലോ. നമ്മുടെ മലയാളികൾക്ക് മാത്രം പറ്റുന്നത്. നമ്മളിനി ഏത് ഭാഷ കേട്ടാലും നമ്മൾ ഒരൊറ്റ സാധനം പറയുന്നത്, അരേ ബൈ റോങ് നമ്പർ. ഞാനാണെങ്കിൽ ഇവിടെ സ്വിഗ്ഗി വരുമ്പോൾ അരേ ബൈ സെക്കൻഡ് ഫ്ലോർ മേ ആവോ. ഇതേ എനിക്ക് അറിയത്തുള്ളൂടാ. അത് നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ ബ്ലഡിലുള്ളത് ഇത്. ಯಾರು ಅಂತ ಗೊತ್ತಾಗಿಲ್ವಾ? ರಾಂಗ್ ನಂಬರ್. ಹಾಕ್ಬಿಟ್ಟಿರ್ತೀರಾ ಎಲ್ಲರನ್ನ? ರಾಂಗ್ ನಂಬರ್. ഹലോ ഹലോ ആരാ? ഞാൻ കൺമണി. സുഖാണോ? സുഖാണ്. എവിടായിരുന്നു? ഞാൻ എല്ലാം ഒന്ന് മറക്കാനായിട്ടൊരു യാത്രയിലായിരുന്നു. ആ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തിന്? എനിക്കങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. അതല്ല, അന്ന് കഥയിലത് ജീവിതത്തിൽ വന്നപ്പോ പൈസ തരാന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ പൈസയുടെ കാര്യം മറന്നിട്ടില്ലെന്നാ പറഞ്ഞേ. നീ വാ തുറന്ന കള്ളമണി എന്നാണ് ഇപ്പൊ എല്ലാരും ഇവിടെ നിന്റെ പേര്. ഇപ്പം നിന്നെ കേക്ക് വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പം വാസൂട്ടിന്ന് പകരം എല്ലാരും തേപ്പൂട്ടി എന്നാണ് വിളിക്കുന്നത്. അതറിയാവോ? തേപ്പൂട്ടി, അത് നല്ലൊരു സജഷനാ. ഓ, ഇവിടെ മറ്റേ വാസൂട്ടിന്നായിരുന്നു വിളിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഇന്ന് തൊഴണോ? വന്നു ഒരു ഉണ്ണാക്കനും കൊള്ളാതായിട്ടുണ്ട്. ഒരു ഉണ്ണാക്കൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉണ്ണാക്കനെ അങ്ങനെ വിളിച്ചോണ്ടല്ലോ, ഞാനൊക്കെ ആരാധിച്ചു കൊണ്ടു നടക്കുന്ന മനുഷ്യനാണ്. ഒരുമാതിരി അമ്പലം പണിയുന്നുണ്ടപ്പോ അല്ലാതെ. അയ്യോ, ഇതൊക്കെ ശിവൻ ഇരുന്ന് കാണുന്ന ഒരു അവസ്ഥയെന്ന് ആലോചിക്കും. ശിവൻ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിലും